Good morning, students. In the last class, we were discussing about e-waste and meaning and steps to green computing. Today, we are talking about a holistic approach to green IT. Firstly, what is green IT? Green IT refers to environmental sustainable computing, and it is the study and practice of designing, manufacturing, using and disposing of computer and associated subsystems such as monitor, printer, server, storage devices, etc. efficiently and effectively with minimal or no impact on the environment. അതായത് എൻവിയോൺമെൻറ്റിന് അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത അല്ലെങ്കിൽ ഒട്ടും പ്രോബ്ലംസ് ഉണ്ടാക്കാത്ത രീതിയിലുള്ള കമ്പ്യൂട്ടിംഗ് ഡിവൈസസിൻ്റെയും അതേപോലെയുള്ള സബ്സിസ്റ്റത്തിൻ്റെയും ഡിസൈനിങ്ങിനെയും മാനുഫാക്ചറിങ്ങിനെയും യൂസിങ്ങിനെയും ഫൈനലി ഡിസ്പോസിങ്ങിനെയുമാണ് നമ്മൾ ഗ്രീൻ IT എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഗ്രീൻ IT ensure a positive relationship between the physical computing devices and its impacts on the environment, and it create minimal or no impact on the environment. Then a holistic approach to green IT. Holistic approach means ഒരു സമഗ്രമായ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിനെയാണ് നമ്മൾ ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. ഈ ഹോളിസ്റ്റിക് അപ്രോച്ച് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രീൻ IT എന്ത് ചെയ്യാൻ സാധിക്കും? എൻഷുർ ചെയ്യാൻ സാധിക്കും. മെയിൻലി there are 4 components of this holistic approach. They are green design, green manufacturing, green use and finally green disposal. Okay, we can discuss one by one. First one, green design. Green design means designing of energy efficient and environmentally sound computers and its components. Computer and computer subsystems ഡിസൈൻ ചെയ്യുന്നത്, ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്കറിയാം ഡിസൈൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ ആൻഡ് കമ്പ്യൂട്ടർ അസോസിയേറ്റഡ് സബ്സിസ്റ്റം ഡെവലപ്പ് ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ അത് ഡിസൈൻ ചെയ്യുമ്പോൾ അതെപ്പോഴും എനർജി എഫിഷ്യൻ്റ് ആയിരിക്കണം, എൻവിയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള സിസ്റ്റങ്ങൾ വേണം എന്ത് ചെയ്യാൻ, ഡിസൈൻ ചെയ്യാൻ. ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ദ സെക്കൻഡ് വൺ ഈസ് ഗ്രീൻ മാനുഫാക്ചറിങ്. Manufacturing of electronic components with minimal or no impact upon the environment. അപ്പോൾ ഈ ഒരു നമ്മൾ ഡിസൈൻ ചെയ്ത എൻവിയോൺമെൻറ്റ് ഇമ്പാക്റ്റ് ഇല്ലാത്ത എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു കമ്പ്യൂട്ടർ ആൻഡ് കമ്പ്യൂട്ടർ സബ്സിസ്റ്റംസ് മാനുഫാക്ചർ ചെയ്യുമ്പോഴും അതെന്തായിരിക്കണം? എൻവിയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം. അതായത് ആ ഒരു അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതി ആയിക്കോട്ടെ അല്ലെങ്കിൽ അത് സ്ഥിതി ചെയ്യുന്ന ആ ഒരു പ്ലേസ് ആയിക്കോട്ടെ അവിടെയെല്ലാം എൻവിയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ എൻഷുർ ചെയ്തുകൊണ്ടുള്ള ഒരു മാനുഫാക്ചറിങ് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് വൺ. ആൻഡ് ദ തേർഡ് വൺ ഈസ് ഗ്രീൻ യൂസ്. Reduce the energy consumption of computers and use them in an environmental sound manner. ഗ്രീൻ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനമായിട്ടും പറയുന്നത് എനർജി കൺസംഷൻ ആണ്. കൺസേർവ് എനർജി, ടേൺ ഓഫ് കമ്പ്യൂട്ടർ വെൻ ഇറ്റ് ഈസ് നോ ലോങ്ങർ നീഡഡ്, ഓർ ടേൺ ഓൺ പവർ മാനേജ്മെൻറ്റ് ഫീച്ചേഴ്സ് ഡ്യൂറിങ് ഷോർട്ടർ പീരിയഡ് ഓഫ് ഇനാക്ടിവിറ്റി വിച്ച് അലൗസ് മോണിറ്റേഴ്സ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ടു എൻ്റർ ലോ പവർ സ്റ്റേറ്റ് വെൻ സ്റ്റിൽ ഐഡിൽ. അല്ലേ, നമ്മളൊരു കമ്പ്യൂട്ടർ ഡിവൈസസ് ഉപയോഗിക്കുമ്പോൾ അത് നമ്മൾ അധികം നേരമൊന്നും അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ എനർജി അല്ലെങ്കിൽ അത് ഓഫാക്കി വെക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ പവർ മാനേജ്മെൻറ്റ് ഫീച്ചേഴ്സൊക്കെ എന്ത് ചെയ്യുക, ഓണാക്കി വെക്കുക. ദെൻ അങ്ങനെയുള്ള ഒരു എന്താ പറയുക, എനർജി കൺസംഷൻ റെഡ്യൂസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, യൂസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ എൻവിയോൺമെൻറ്റൽ സൗണ്ട് മാനറിലായിരിക്കണം നമ്മളത് യൂസ് ചെയ്യേണ്ടത്. ദെൻ ആൻഡ് ദി ഫൈനൽ സ്റ്റെപ്പ് ഈസ് ഗ്രീൻ ഡിസ്പോസൽ. അതായത് നമ്മൾ ഡിസൈൻ ചെയ്തു, മാനുഫാക്ചർ ചെയ്തു, അത് യൂസ് ചെയ്തു, അപ്പോൾ അതെല്ലാം എൻവിയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. ആൻഡ് ദ ഫൈനൽ സ്റ്റെപ്പ് ഈസ് ഗ്രീൻ ഡിസ്പോസൽ ആണ്. ഗ്രീൻ ഡിസ്പോസൽ ഇൻവോൾവ്സ് 3 പ്രോസസ് ഓർ 3 വേസ്. 3 രീതിയിലാണ് നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ദ ഫസ്റ്റ് വൺ ഈസ് reuse. Make use of an old computer if it meet the requirements.
Otherwise, transfer it to someone who needs it or make use of its functional components. എന്താണ് ഒരു ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റീയൂസ് ആണ്. അതായത് നമുക്ക് ആ ഒരു കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് നമുക്ക് വേണ്ട ആ ഒരു റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓൾഡ് കമ്പ്യൂട്ടർ ആണെങ്കിൽ അതെന്ത് ചെയ്യുക, വീണ്ടും യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പുതിയത് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്നുണ്ടെങ്കിൽ അത് വേറെ ആർക്കെങ്കിലും സെക്കൻഡ് ഹാൻഡ് ഗുഡ്സൊക്കെ വാങ്ങുന്നവരുണ്ടായിരിക്കാം, ഉപയോഗിക്കുന്നവരുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു ഉപയോഗിക്കുന്നവർക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ഒരു കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് നമ്മൾ മാറ്റാൻ കാരണം എന്താണ്, അതിൻ്റെ ഏതെങ്കിലും ഒരു ഫങ്ഷണൽ പാർട്സിന് വന്ന പ്രോബ്ലം കൊണ്ടാണെങ്കിൽ ആ ഒരു ഫങ്ഷണൽ കോമ്പണൻറ്റ് എന്ത് ചെയ്യുക, റീപ്ലേസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ റിപ്പയർ ചെയ്ത് ഉപയോഗിക്കുക, അതിനെയാണ് നമ്മൾ റീയൂസ് എന്ന് പറയുന്നത്, വീണ്ടും ഉപയോഗിക്കുക. By using the hardware for a long period of time, the total environmental footprint caused by computer manufacturing and disposal can be reduced. ഈ ഒരു കമ്പ്യൂട്ടിംഗ് ഡിവൈസിൻ്റെ ഹാർഡ്വെയർസൊക്കെ നമ്മൾ കുറേ നാൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ മോണിറ്റർ ആയിക്കോട്ടെ, അതേപോലെയുള്ള ഹാർഡ്വെയർസൊക്കെ നമ്മൾ ലോങ് പീരിയഡിൽ ഉപയോഗിക്കുകയാണെങ്കിൽ എൻവിയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഒരു പരിധി വരെ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ റീയൂസ് ചെയ്യുക, വീണ്ടും യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് വൺ. The second one is refurbish. Refurbish means redecorate and improve എന്നാണ് meaning. The word meaning is redecorate and improve. Refurbish and upgrade old computers by reconditioning and replacing their parts. Also, refurbished hardware can be bought from the market. More enterprises are open to purchasing refurbished goods. എന്താ പറയുന്നത്, ഇവിടെ നമ്മൾ നമ്മുടെ ആ ഒരു യൂസ് കൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, റീഡെക്കറേറ്റ് ചെയ്യുന്നു, റിപ്പയർ ചെയ്ത് അതിൻ്റെ ഫങ്ഷനൊക്കെ എന്ത് ചെയ്യുന്നു, ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് റീകണ്ടീഷൻ ചെയ്തുകൊണ്ട് നമുക്കത് എന്ത് ചെയ്യാം, വീണ്ടും യൂസ് ചെയ്യാം. അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ പാർട്സ് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, റീപ്ലേസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അത് വേറെ ആർക്കെങ്കിലും ഇത് വാങ്ങാനായിട്ട് ഒരുപാട് എൻ്റർപ്രൈസസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അവർക്ക് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഈ റീഫർബിഷ്ഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ റീഫർബിഷ്ഡ് ആയിട്ടുള്ള ഹാർഡ്വെയർസൊക്കെ വാങ്ങി നമുക്ക് തന്നെ എന്ത് ചെയ്യാവുന്നതാണ്, ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കത് റീഫർബിഷ് ചെയ്ത് എന്ത് ചെയ്യാവുന്നതാണ്, അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. ദെൻ ദ തേർഡ് വൺ ഈസ് റീസൈക്കിൾ. വെൻ computers cannot be reused even after considering refurbishing. റീഫർബിഷിങ് നോക്കിയിട്ട് നമുക്ക് ഈ കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് എന്ത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ദെൻ ഡിസ്പോസ്ഡ് ദം ഇൻ എ പ്രോപ്പർലി മാനർ. അതെന്ത് ചെയ്യുക, പ്രോപ്പറായിട്ടുള്ള മാനറിൽ അതെന്ത് ചെയ്യുക, ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ റീയൂസ് ചെയ്യാൻ നോക്കി, പിന്നെ അത് നമ്മൾ റിപ്പയർ ചെയ്യാൻ നോക്കി, എന്നിട്ടൊന്നും നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മളത് എന്ത് ചെയ്യുക, ഡിസ്പോസ് ചെയ്യുക. ഡിസ്പോസ് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം, എൻവിയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോപ്പർ രീതിയിലായിരിക്കണം നമ്മളത് ഡിസ്പോസ് ചെയ്യേണ്ടത്. ദെൻ അതിനുശേഷം നമ്മളത് എന്ത് ചെയ്യണം, റീസൈക്കിൾ ചെയ്യണം. മീൻസ് അല്ലെങ്കിൽ റീസൈക്ലിങ്ങിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മളത് കൊടുക്കേണ്ടത്. റീസൈക്ലിംഗ് നമ്മൾ പഠിച്ചിരുന്നു. റീസൈക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അടങ്ങിയിരിക്കുന്ന ഒരുപാട് മെറ്റീരിയൽസ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, വേർതിരിച്ചെടുത്തുകൊണ്ട് പുതിയ ഡിവൈസസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ഒരു മെറ്റീരിയൽസ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു 3 രീതിയിലാണ് ഗ്രീൻ ഡിസ്പോസൽ എന്ന് പറയുന്നത്. ഫസ്റ്റ് റീയൂസ് ആണ്, വീണ്ടും യൂസ് ചെയ്യുക. നമ്മുടെ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നതാണെങ്കിൽ അത് നമ്മൾ വീണ്ടും യൂസ് ചെയ്യുക. റീഫർബിഷ് ചെയ്യുക, നമ്മളത് റിപ്പയർ ചെയ്യുക. റീസൈക്കിൾ ചെയ്യുക, അതൊന്നും പറ്റുന്നില്ലെങ്കിൽ നമ്മളത് എന്ത് ചെയ്യുക, ഡിസ്പോസ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യണം, റീസൈക്കിൾ ചെയ്യണം. ദിസ് ഈസ് ദ ഹോളിസ്റ്റിക് അപ്രോച്ച് ടു green IT. Okay, that's all about green IT. Thank you.